ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു വിലയും കൊടുക്കാതെ നമുക്ക് കിട്ടിയതാ ക്രിസ്ത്യാനി എന്ന പേര്. ആ പേര് കിട്ടാൻ നിങ്ങൾ വിലയും കൊടുത്തോ? ക്രിസ്ത്യാനി എന്ന പേര് കിട്ടാൻ നിങ്ങൾ എന്തെങ്കിലും വില കൊടുത്തോ? നിങ്ങൾ എന്തെങ്കിലും ചെലവ് ചെയ്തോ? എന്തെങ്കിലും വില നിങ്ങൾ കൊടുത്തോ? ഇല്ല. നിങ്ങൾക്ക് അധികം പേർക്ക് നമുക്കറിയാം ജന്മനാ കിട്ടിയതായ ഒരു പേരാ ക്രിസ്ത്യാനി. അതെന്താണെന്നും അറിയില്ല, അതെങ്ങനെ വന്നു എന്നറിയത്തില്ല, അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. ക്രിസ്ത്യാനി 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 വില കൊടുക്കാതെ കിട്ടിയ പേരാണത്. വാസ്തവത്തിൽ ഏറ്റവും കൂടിയാൽ നമ്മൾ ചിന്തിച്ചു കാണും, ഇങ്ങനെയൊരു ക്രൈസ്തവ സഭകളൊക്കെ ഉണ്ടായി. അങ്ങനെ സഭാപിതാക്കന്മാർ വന്നു, അവര് പള്ളികൾ പണിതു, ബഹുമാനപ്പെട്ട വൈദികരൊക്കെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കുർബാന അനുഭവിച്ചു. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എന്താ ക്രിസ്ത്യാനിയാകാനുള്ള കാരണം? എന്താ? ആകെ പറയുന്നത്രേ ഉള്ളൂ, ഞങ്ങളുടെ പിതാക്കന്മാര് പള്ളി പണിതു, അവിടെ കുർബാന ചൊല്ലി, ഞങ്ങൾ കുർബാന അനുഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണോ ക്രിസ്ത്യാനി ഉണ്ടാവുന്നത്? പള്ളി ഉണ്ടതുകൊണ്ടാണോ ക്രിസ്ത്യാനി ഉണ്ടാകുന്നത്? ആരെങ്കിലുമൊക്കെ പള്ളി പണിയതുകൊണ്ടാണോ ക്രിസ്ത്യാനി ഉണ്ടാകുന്നത്? ക്രിസ്ത്യാനി ഉണ്ടായത് എങ്ങനെയാ? 2000 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനി ഉണ്ടായത് എങ്ങനെയാ? 2000 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനി ഇല്ലല്ലോ. 2000 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനി ഇല്ലല്ലോ. 2000 കൊല്ലമല്ലേ ആയുള്ളൂ ക്രിസ്ത്യാനി ഉണ്ടായിട്ട്. എങ്ങനെയാ ക്രിസ്ത്യാനി ഉണ്ടായത്? ക്രിസ്ത്യാനി ഉണ്ടായത്, പ്രിയപ്പെട്ടവരെ, ഒരുവൻ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ പാപത്തിന് പരിഹാരം വരുത്തി. അവൻ പിതാവായ ദൈവനെ തകർത്തു. അവന്റെ രക്തം കാൽവരിയിൽ ചിന്തി. ആ രക്തം ഒഴുക്കിയത് കൊണ്ടാണ് ക്രിസ്ത്യാനി ഉണ്ടായത്. പള്ളി ഉണ്ടായത് കൊണ്ടല്ല ക്രിസ്ത്യാനി ഉണ്ടായത്. പെരുന്നാൾ ഉണ്ടായത് കൊണ്ടല്ല ക്രിസ്ത്യാനി ഉണ്ടായത്. ക്രിസ്ത്യാനി, നീയും ഞാനും ക്രിസ്ത്യാനിയാകാൻ ഒരാൾ വില കൊടുത്തു, ഒരാൾ രക്തം കൊടുത്തു, ഒരാൾ എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയത് കൊണ്ടാണ് നീ ഞാനും എന്ന് ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വെറുതെ കിട്ടിയതൊന്നുമല്ല ഇത്. നമുക്ക് വെറുതെ കിട്ടിയതായിട്ട് തോന്നുന്നുള്ളൂ, പക്ഷേ ഒരാൾ വില കൊടുത്തു. നാം ഇന്ന് ദേവാലയത്തിൽ ചെല്ലുന്നു, കുർബാന അനുഭവിക്കണം. ഒന്നല്ലെങ്കിൽ കുമ്പസാരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ വിചാരിക്കുന്നു, ഇന്ന പള്ളിയിൽ ഇന്ന ബഹുമാനപ്പെട്ട ഇന്ന വൈദികൻ കുർബാന അർപ്പിച്ചു, ഞാൻ കുർബാന കൊണ്ടു, ഞാൻ കുർബാന അനുഭവിച്ചു, സന്തോഷം. പക്ഷേ എങ്ങനെയാ കുർബാന ഉണ്ടായത്? എന്താ ഈ കുർബാന? എങ്ങനെയാ കുർബാന ഉണ്ടായത്? അച്ഛൻ ചൊല്ലിയത് കൊണ്ടുണ്ടായതാണോ കുർബാന? അച്ഛൻ ചൊല്ലിയത് കൊണ്ടുണ്ടായതാണോ കുർബാന? അല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതിന്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. 2000 കൊല്ലം മുമ്പ് ഒരുവൻ കാൽവരിയിൽ തൻ്റെ ശരീരത്തെ ബലിയാക്കി, തൻ്റെ രക്തം ചിന്തി. എന്നിട്ട് അവൻ കൽപ്പിച്ചു, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ചിന്തിയ രക്തമാണിത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളും ഞാനും പരിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അച്ഛൻ കുർബാന ചൊല്ലി ഞാൻ അനുഭവിച്ചു എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ പിന്നിൽ ആരാണെന്ന് കാണുന്നില്ല. അതിന്റെ പിന്നിൽ ആരാണെന്ന് കാണുന്നില്ല. നിങ്ങളീ പ്രസംഗിക്കുന്ന ആളെ കാണുന്നുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളെ കാണുന്നുള്ളൂ, ഈ പ്രസംഗിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. എന്നാൽ ഈ പ്രസംഗിക്കുന്ന ആളൊന്നും അല്ല. ഈ പ്രസംഗിക്കുന്നവന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അവനെ കാണുന്നില്ല, അവനെ അറിയുന്നില്ല, അവനെ വിളിക്കുന്നില്ല, അവനോട് ഉടമ്പടി ചെയ്യുന്നില്ല, അവനോട് സംസാരിക്കാൻ പോലും തയ്യാറില്ല. പ്രസംഗിക്കുന്നവനോട് സംസാരിക്കാൻ തയ്യാറാ. പക്ഷേ ഈ പ്രസംഗിക്കുന്നവന്റെ പിന്നിൽ ആരാണ്? ഈ കുർബാനയുടെ പിന്നിൽ ആരാണ്? ഈ പള്ളിയുടെ പിന്നിൽ ആരാണ്? അത് യേശുവാണെന്നും യേശുവിന്റെ കുരിശിലെ ബലി മുഖാന്തരമാണ് ഇതെല്ലാം ഉണ്ടായതെന്നുള്ളതായ ആ ബോധത്തിലേക്ക് വരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി ആയാലുള്ള ഗുണം എന്താ? ഒരു ക്രിസ്ത്യാനി ആയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പേര് കൊണ്ടൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്നാൽ ഒരു ക്രിസ്തുവിശ്വാസിയായാൽ ഗുണമുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല.
പക്ഷേ ഒരു ക്രിസ്തു വിശ്വാസിയായാൽ, നിങ്ങൾ മനസാന്തരമുള്ള ആളായാൽ, രക്ഷിക്കപ്പെട്ട ആളായാൽ, ഇഫ് യു ആർ ബോൺ അഗെയിൻ, അതിന് അനേക ഗുണങ്ങളുണ്ട്, അനേക സവിശേഷതകളുണ്ട്. ഒരു മനസാന്തരപ്പെട്ട വ്യക്തിയായാൽ നിങ്ങൾക്ക് അനേക ഗുണങ്ങളുണ്ട്. അതാണ് ഞാൻ ഓർപ്പിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനസാന്തര അനുഭവം പ്രാപിച്ചാൽ, ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം? എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മ? ഞാൻ പിന്നെയും പറയും, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിയായാൽ നിങ്ങൾക്ക് അനേക ഗുണങ്ങളുണ്ട്, അനേക നന്മകളുണ്ട്. ഒന്നാമത് വായിച്ചു നോക്കാം പഴയ നിയമത്തിലേക്ക്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യം വായിച്ചു നോക്കാം. ജീവനുള്ള ദൈവം വിശ്വാസിയായി തീരുന്ന, ദൈവമക്കളായി തീരുന്നവർക്ക് കൊടുക്കുന്നതായ എന്താണ് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ വകയായാൽ, എന്താണ്? നിങ്ങൾ എൻ്റെ വാക്കുകേട്ട് എന്നെ അനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് ഒരു സവിശേഷതയുള്ള ജനമായിരിക്കും. എൻ്റെ താഴത്തേക്ക് 1-2 വാക്യം കൂടെ വായിച്ചു നോക്കാം. 1-2 വാക്യം കൂടെ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകും. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ പറഞ്ഞു വിട്ടു, നീ ചെന്ന് ഇസ്രായേൽ മക്കളോട് പറയണം, ഈ കാര്യങ്ങളൊക്കെ നീ ചെന്ന് പറയണം. എന്താ പറയേണ്ടത്? നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് എന്നെ അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. എൻ്റെ താഴെ പിന്നെയും പറയുന്നുണ്ട്, നീ ചെന്ന് ഇസ്രായേൽ മക്കളോട് ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ പറയണം. ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. ഇത്തനായ ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തു, മോശെ നീ പോയി ജനത്തോട് പറയണം, നീതിമാനായ ഞാനിപ്പോൾ മക്കളില്ലാത്തവനാ. എനിക്കൊരു മോനുണ്ടായിരുന്നു, ആദാം. പക്ഷേ അവൻ എന്നെ വിട്ടു പോയി. ആദാം എന്നെ വിട്ട് പോയി. എനിക്കിപ്പോൾ മക്കളില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകന് പകരമായിട്ട് നിങ്ങളെ മക്കളായിട്ടെടുക്കാൻ എനിക്ക് മനസ്സാണ്. പാപം ചെയ്ത എൻ്റെ മകന് പകരമായി പാപം ചെയ്യാത്ത എൻ്റെ മകനെ ഞാൻ കുരിശിൽ അർപ്പിച്ചിട്ടുണ്ട്. അവനെ കൂടെ എനിക്ക് മക്കളെ വേണം. നിങ്ങൾക്ക് മനസ്സാണോ? നിങ്ങൾക്ക് എൻ്റെ മക്കളാകാൻ മനസ്സാണോ? അതാണ് ദൈവം ചോദിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മക്കളാകാൻ മനസ്സാണോ? എൻ്റെ സമ്പത്താകാൻ മനസ്സാണോ? എൻ്റെ സ്വന്തമാകാൻ മനസ്സാണോ? എൻ്റെ 35-ാമത്തെ വയസ്സിൽ സുവിശേഷം കേട്ടപ്പോൾ എൻ്റെ ചെവിയിലും മുഴങ്ങിയ ശബ്ദവിധ, ആം ഐ റെഡി? ഞാൻ യേശുവിൻ്റെ മകനായി ജീവിക്കാൻ തയ്യാറാണോ? ഞാൻ യേശുവിനായി ജീവിക്കാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ദൈവം ചോദിക്കുക, എനിക്ക് മക്കളുണ്ടായിരുന്നു, അവർ നഷ്ടപ്പെട്ടു പോയി. അവർക്ക് പകരം ഞാൻ കുറ്റമില്ലാത്ത എൻ്റെ മകനെ അവർക്ക് പകരം കാൽവരിയിൽ തകർത്തു. ആ രക്തം കൊണ്ട് നിങ്ങളെ മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആർ യു വില്ലിങ്? നീ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? അതിന് പണമൊന്നും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, നിറവും സൗന്ദര്യവും ഒന്നും വേണ്ട. നീ കഴിഞ്ഞ കാലം ആരും ആയിക്കോട്ടെ, നീ പട്ടണത്തിലേക്ക് ഭാവിയായ ആ മക്തൽ മറിയാമിനെ പോലെ ആകട്ടെ, അല്ലെങ്കിൽ ആ ക്രൂശിൽ മരിച്ച കള്ളനെ പോലെയുള്ളവനാകട്ടെ, അല്ലെങ്കിൽ ആ ഭൂതഗ്രസ്തനെ പോലെ ആകട്ടെ, എൻ്റെ മകനാകാൻ നീ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം ഈ ശബ്ദം കേൾക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്കോ എനിക്കോ ഇനി അവസരം കിട്ടുമോ എനിക്കറിഞ്ഞുകൂടെ. പക്ഷേ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ
ഒരു സ്നേഹത്തിൻ്റെ വിളി കേൾക്കുന്നത്. എൻ്റെ മകനാകാൻ നീ റെഡിയാണോ? എൻ്റെ മകളാകാൻ നീ തയ്യാറാണോ? എൻ്റെ ഒരു കുഞ്ഞാകാൻ നീ തയ്യാറാണോ? എന്നെ ഇനി അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണോ? ഇനിയുള്ള കാര്യം, ഇനിയുള്ള കാലത്ത് എന്നെ അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം സമർപ്പണം എടുത്തുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം തീരുമാനം എടുത്തുകൊണ്ടിരിക്കട്ടെ. ദൈവം ചോദിക്കുന്നു, നീ മോശയോട് പറഞ്ഞു കൊടുത്തു, മോശ നീ ചെന്ന് ഇസ്രായേൽ മക്കളോട് പറ, എൻ്റെ മക്കളാകാം, എൻ്റെ മക്കളാകാം, എൻ്റെ മക്കളാകാം, എൻ്റെ മക്കളാകാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവം ഭാവിയോട് പറയുന്ന വാക്കാണ്, നിങ്ങൾക്കെൻ്റെ മക്കളാകാം, എനിക്ക് സമ്മതമാണ്, നിങ്ങൾക്കെൻ്റെ മക്കളാകാം. എൻ്റെ മക്കളായാലോ അതിൻ്റെ ഗുണമുണ്ട്. 105-ാമത്തെ സങ്കീർത്തനം എടുക്കാം. അതിൻ്റെ 14-ഉം 15-ഉം വാക്യം നമുക്ക് വായിക്കാം. 105-ാം സങ്കീർത്തനം 14-ഉം 15-ഉം വാക്യം. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. എൻ്റെ മക്കളായാൽ ദൈവം പറയുകയാണ്, എൻ്റെ മക്കളായാൽ അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായാൽ, നിങ്ങൾ ക്രിസ്തു വിശ്വാസിയായാൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ആര്? നിത്യമായ ദൈവം. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ധാരാളം ഉപദ്രവങ്ങൾ അവർക്ക് നേരിടാമായിരുന്നു. ആണും പെണ്ണുമായിട്ടുള്ള യാത്രയിൽ ആർക്കെല്ലാം വേണമെങ്കിലും അവരെ ഉപദ്രവിക്കാമായിരുന്നു. അവരുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകാമായിരുന്നു. അവരുടെ സമ്പത്ത് കവർന്നുകൊണ്ട് പോകാമായിരുന്നു. 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ അവർ നടക്കുമ്പോൾ ലോകത്തെ ഒരൊറ്റ കുഞ്ഞു പോലും അവരുടെ സ്ത്രീകളെ മോഹിക്കുകയാവട്ടെ, അവരുടെ കന്യകമാരെ വഷളാക്കുകയാവട്ടെ, യാതൊന്നും ചെയ്തില്ല. അവർ തന്നെത്താൻ ഇറങ്ങിപ്പോയപ്പോൾ മാത്രമേ അവർക്ക് കേട് സംഭവിച്ചുള്ളൂ. അവർ തന്നെത്താൻ വഷളത്തിലേക്ക് പോയപ്പോൾ മാത്രമേ അവർക്ക് കേട് വന്നുള്ളൂ. കാരണം കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഒരു ദൈവം. അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ഈ തിരുവചനം കേൾക്കുന്ന യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളെ തൊടാൻ ഒരുത്തനെ ദൈവം സമ്മതിക്കില്ല, ഒരുത്തനെ ദൈവം അനുവദിക്കില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുത്തിട്ട് നിങ്ങളെവിടെ പോയാലും, ഹോസ്റ്റലിൽ പോയാലും, നിങ്ങൾ യാത്രയ്ക്ക് പോയാലും നിങ്ങളെ തൊടാൻ ഒരുത്തനെയും ദൈവം സമ്മതിക്കില്ല. ഒരുത്തനെയും. ഒന്നുകൂടെ വായിച്ചോ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. അവരെ തൊടാൻ, അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അതേ മക്കളെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, അവരെ സമർപ്പണമെടുത്തവരെ, തീരുമാനമെടുത്തവരെ, ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ മുദ്രയേറ്റ് പുറപ്പെട്ടവരെ, അവരെ തൊടാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും സമ്മതിച്ചില്ല. നിന്നെ തൊടാൻ ആരെയും സമ്മതിച്ചില്ല. കാരണം അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. എന്താണ്? അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു, എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. എന്റെ അഭിഷിക്തന്മാരെ, എന്റെ ക്രിസ്തുവിന്റെ മുദ്രയുള്ള, എന്റെ മകനായ യേശുവിന്റെ മുദ്രയുള്ള, അവന്റെ രക്തത്തിന് അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്, ഒരുത്തനെയും തൊടരുത്. അത് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്ന ശബ്ദമാണ്. അത് പിശാചുക്കൾക്ക് കേൾക്കാം, അത് സാത്താന് കേൾക്കാം, സാത്താന്റെ സൈന്യത്തിന് കേൾക്കാം. അതുകൊണ്ടാണ് എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്. എന്റെ മകന്റെ മുദ്ര അവർക്കുണ്ട്, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമുണ്ട് അവർക്ക്. അതുകൊണ്ട് അവരെ തൊടാൻ അവൻ ആരെയും സമ്മതിക്കില്ല. ഈ അന്തരീക്ഷത്തിലെ പിശാചുക്കൾക്ക് മുഴുവനെന്നറിയാം, ഈ ലോകത്തിലെ സകല പിശാചുക്കൾക്കും ആ വാക്കറിയാം. യേശുവിന്റെ വകയാണ്. അവർ തീരുമാനമെടുത്തവരാണ്, അവർ സമർപ്പണം എടുത്തവരാണ്, അവർ വാക്ക് പറഞ്ഞവരാണ്, അവർ പാപത്തോട് യാത്ര പറഞ്ഞവരാണ്. ഇനി മുതൽ പാപം കൂടാതെ ജീവിക്കും. എന്റെ മകന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് അവർ. സാൽവേഷനുള്ള മക്കളാണ് അവർ, വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. അവരെ തൊടാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് രക്ഷിക്കപ്പെട്ടാലുള്ള ഭദ്രത എന്ന് പറയുന്നത്. അതാണ് രക്ഷിക്കപ്പെടുന്നവർക്കുള്ളതായ ഭദ്രത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പക്ഷേ ഒരു ക്രിസ്തു വിശ്വാസിയായാൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ, കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ, അതാ ഹൃദയത്തിൽ സമർപ്പണം എടുത്താൽ,
നിങ്ങൾ കർത്താവിനോട് വാക്ക് പറഞ്ഞിട്ട് അവനെ വഹിച്ചുകൊണ്ട് അവൻ തരുന്നതായ ദുഃഖവും അവൻ തരുന്നതായ അനുവദിക്കുന്നതായ വേദനയും സങ്കടവും രോഗവും കഷ്ടവും ദാരിദ്ര്യവും എല്ലാം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ നിലനിന്നാൽ ദൈവത്തിന്റെ വചനമുണ്ട്, ഈ ആകാശം മുഴുവൻ മുഴങ്ങുന്ന വചനമുണ്ട്, അവനെ തൊടാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. നിന്റെ ആത്മാവ് നശിച്ചു പോകയില്ല മകളെ, നിന്റെ ആത്മാവിന് ദോഷം വരികയില്ല. നീ ദൈവരാജ്യത്തിൽ ഉണ്ടാകും. അരുമനാഥന്റെ മുദ്രയുള്ള പാട്ട് പാടാൻ, കുഞ്ഞാടിന്റെ പാട്ട് പാടാൻ, വെള്ളക്കുരുത്തോല പിടിക്കാൻ നീ അവിടെ ഉണ്ടാകും. അവൻ നിന്നെ കണ്ടതാണ്, അവൻ നിന്നെ പേരുതലി വിളിച്ചതാണ്, അതിനായി നിന്റെ മേൽ മുദ്രയേറ്റതാണ്, അതിന്റെ അഭിഷേകമാണ് അവൻ നിനക്ക് തരുന്നത്. അവൻ നിന്നെ പേരുതലി വിളിച്ചിരിക്കുന്നു. അവൻ ഒന്നേ പറയുന്നുള്ളൂ, എന്റെ മകനാകാൻ തയ്യാറാണോ? എന്റെ മകളാകാൻ തയ്യാറാണോ? എന്റെ മകനാകാൻ തയ്യാറെങ്കിൽ അപ്പനാകാൻ അവൻ തയ്യാറാണ്. നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ നിങ്ങൾ ദൈവത്തിന് മക്കളാകുമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിങ്ങളുടെ വായിൽ തന്നെ പാട്ട് വരാൻ തുടങ്ങും. നിങ്ങളുടെ വായിൽ വരാൻ പോകുന്ന പാട്ടുണ്ട്. ദൈവമക്കളായി തീരുന്നവരുടെ വായിൽ വരാൻ പോകുന്ന ഒരു പാട്ടുണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ പാടി പഠിപ്പിച്ച പാട്ടാണ്. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപിരിക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾ തന്നെത്താൻ പാടാൻ തുടങ്ങും. നിങ്ങൾ ഏകാന്തതയിലിരുന്ന് പാടാൻ തുടങ്ങും. നിങ്ങളുടെ കഷ്ടകാലത്തിരുന്ന് പാടാൻ തുടങ്ങും. ആശുപത്രി കട്ടിലിരുന്ന് പാടാൻ തുടങ്ങും. ICU കിടക്കുമ്പോൾ നിങ്ങൾ പാടാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, കുത്തുവാക്ക് കേൾക്കുമ്പോൾ, ശാപം വരുമ്പോൾ, ആഹാരത്തിന് വകയില്ലാതെ വരുമ്പോൾ, കാക്കാശിന് ഗതിയില്ലാതെ വരുമ്പോൾ, പട്ടിണി കൂടുമ്പോൾ, കടം വരുമ്പോൾ നിങ്ങൾ തന്നെത്താൻ ഇരുന്ന് പാടാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുദ്രാവാക്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാമാണ് ഭക്തന്മാരുടെ മുദ്രാവാക്യം. ഇതാണ് ദൈവമക്കളുടെ മുദ്രാവാക്യം. ഇതാണ് കുഞ്ഞാടിന്റെ രക്തത്തിന് മുദ്രയേറ്റവരുടെ മുദ്രാവാക്യം. ഇതാണ്. എല്ലാം സമൃദ്ധിയല്ല, എല്ലാം സുഖമല്ല, എല്ലാം സന്തോഷമല്ല. ദൈവത്തെ ഞാൻ സ്നേഹിച്ചു പോയി, അവനെന്നെ സ്നേഹിച്ചു പോയി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ ഞാൻ വിളിക്കപ്പെട്ടു പോയി. അവനെന്നെ മകനെ എന്ന് വിളിച്ചതാണ്, ഞാൻ കേട്ടതാണ്, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എന്റെ മോളെ എന്ന് വിളിച്ചതാണ്, ഞാൻ കേട്ടതാണ്. എനിക്ക് ഉറപ്പാണ് ആ കാര്യം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ചവർക്കും നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ കഷ്ടത നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ വേദന നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ വേർപാട് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നുള്ളതായ ആ മുദ്രാവാക്യം പാടാനാണ് നിന്നെ വിളിച്ചത്. ആ മുദ്രാവാക്യം നിന്റെ വായിലുണ്ട് മകളെ. അത് നിനക്ക് തരാനാണ് വിളിച്ചത്. അതാണ് ദൈവമക്കളായി തീർന്നാലുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. ദൈവമക്കളായി തീരുമ്പോഴുള്ള ഭാഗ്യം. മൂന്നാമത് ഒരു കാര്യവും കൂടെ വരും. വെളിപാട് പുസ്തകം 22-ാം അധ്യായം, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. വെളിപാട് 22-ന്റെ-14 വായിച്ചു നോക്കാം. എന്താണ് അവിടെ പറയുന്നത്? ജീവന്റെ പക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. എന്റെ വസ്ത്രം അലക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം അലക്കാൻ താല്പര്യമുള്ളവരാണല്ലോ. നിങ്ങൾ അലക്കാതെ ഉടുക്കുന്നവരല്ല, അലക്കി ഉടുക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ദൈവമക്കളായി തീർന്നാൽ, നിങ്ങൾ കർത്താവിന്റെ മക്കളായി തീർന്നാൽ, നിങ്ങളുടെ സ്വഭാവം അലക്കിയെടുക്കാൻ, എൻ്റെ സ്വഭാവം മാറ്റണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ വസ്ത്രം അലക്കണം, എൻ്റെ സ്വഭാവം മാറണം. ഭർത്താവിൻ്റെ അല്ല, എൻ്റെ സ്വഭാവം മാറണം. എൻ്റെ അമ്മയുടെ അല്ല, എൻ്റെ സ്വഭാവം മാറണം. എൻ്റെ വീട്ടിലുള്ളവരുടെ അല്ല, എൻ്റെ സ്വഭാവം മാറണം. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കാനുള്ളതായ ആ ദാഹം ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അതാരും പറയണ്ട. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമല്ല, കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, എൻ്റെ വസ്ത്രം ഇരുണ്ടുപോയി, എൻ്റെ സ്വഭാവത്തിൽ അഴുക്ക് പറ്റിപ്പോയി, എൻ്റെ പെരുമാറ്റത്തിൽ അഴുക്ക് പറ്റിപ്പോയി, എൻ്റെ സംസാരത്തിൽ അഴുക്ക് തെറ്റിപ്പോയി, എൻ്റെ സംസാരം ശരിയായില്ല, എൻ്റെ മനസ്സ് ശരിയായില്ല, എൻ്റെ മനോഭാവം ശരിയായില്ല എന്ന് കിടക്കപ്പായിൽ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ബോധം വരുത്തി തരും. മകളെ, നിനക്ക് തെറ്റ് പറ്റിപ്പോയി, അഴുക്ക് പറ്റിപ്പോയി, അഴുക്ക് പറ്റിയെന്ന് ബോധം വരുമ്പോൾ തൊട്ടരികത്ത് തന്നെ യേശുവിൻ്റെ രക്തം നിനക്കുണ്ടായിരിക്കും, കാവലായിട്ടുണ്ടായിരിക്കും. രാവിലെ ഉറങ്ങുമ്പോൾ കാവലവനുണ്ടായിരിക്കും. ആ അരികത്തിരിക്കുന്ന രക്തം കൊണ്ട് നിനക്ക് കഴികൾ പ്രാപിക്കാം. നീ അവനോട് പറഞ്ഞാൽ മതി, യേശുവേ, നിന്റെ ഒരു തുള്ളി രക്തം കൊണ്ട് എൻ്റെ ഈ ചിത്തിയായി പോയ, ഈ മലിനത പറ്റിപ്പോയ ഈ മനസ്സിനെ ഒന്ന് കഴുകണമേ, ഹൃദയത്തെ ഒന്ന് കഴുകണമേ, ചീത്തയായി പോയ എന്നെ ഒന്ന് കഴുകണമേ, കഴുകി ഒന്ന് കിടത്തി ഉറക്കണമേ, ഒരു കഴികൾ പ്രാപിച്ചുറങ്ങുവാൻ കർത്താവേ എന്നോടൊന്ന് മനസ്സിലാവ് കാണിക്കണമേ. പ്രിയപ്പെട്ടവരെ, പാപബോധം തരും. അതോടൊപ്പം പാപം കഴുകുന്നത് എങ്ങനെയാണെന്നും അവൻ നിന്നെ പഠിപ്പിക്കും.
അവൻ നിന്നെ പഠിപ്പിക്കും. മോളെ, നിനക്ക് മോചനമുണ്ടെന്ന് നിന്റെ ചെവിയിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ചെയ്ത കഠിനപാപമുണ്ടല്ലോ, നീ ചെയ്തു പോയ മഹാപാപങ്ങളുണ്ടല്ലോ, എല്ലാത്തിനും മോചനമുണ്ട് മോളെ, എല്ലാത്തിനും ക്ഷമയുണ്ട്. വീണുവെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അത് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വാക്ക് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വീണുപോയി, ശരിയാണ്, പക്ഷേ ഞാൻ വീണുവെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. കഴുകി എഴുന്നേൽപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാറില്ലേ, മോനെ സാരമില്ല, അമ്മ കുളിപ്പിച്ചോടാന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന, നിങ്ങളുടെ ഹൃദയത്തോട് പറയുന്ന, വാർദ്ധക്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് പറയുന്ന ഒരു വലിയവനുണ്ട്, ഒരപ്പൻ ഉണ്ട്. മോളെ, ഞാൻ നിന്നെ കഴുകിക്കൊള്ളാം. നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ മതി, നീ എഴുന്നേറ്റാ മതി, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. നീ തന്നെത്താൻ പറയണം, ഞാൻ വീണുവെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളായി തീർന്നാലുള്ള ഭാഗ്യവതിയാണിതെല്ലാം. ധാരാളം ധാരാളം ഭാഗ്യവതികളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങളെ കുഴി കിടത്തുന്നവരല്ല. ദൈവമക്കളെ, എപ്പോഴും നിങ്ങൾ ഈ പിശാചിന്റെ വേദാന്തം കേൾക്കരുതെന്ന് പറയും. പിശാച് വേദാന്തം പറയും, പിശാചിന്റെ വേദാന്തം കേൾക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദൈവത്തിന് സ്തോത്രം. എനിക്കിനി രക്ഷയില്ല, എനിക്കിനി രക്ഷയില്ല, നിനക്കിനി ഗതിയില്ല, നിനക്കിനി ഭാവിയില്ല, നിനക്ക് മുന്നോട്ടിനി ഗതിയില്ല, നീ ജയിക്കില്ല, നിന്റെ കാര്യം പോക്കായിപ്പോയി. ദൈവമക്കളെ, പിശാചിന്റെ വേദാന്തം അനേകര് നിരാശ കുഴിയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയുകയുണ്ടായി, രണ്ടാമത്തെ പ്രസവത്തിന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, സാറേ ഒരു വാക്ക് പ്രാർത്ഥിച്ചോണ്ടാ പോയത്, ജീവനോടെ തിരിച്ചു വരരുത് എന്ന്. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചോണ്ടാ പോയത്, സാറേ ജീവനോടെ തിരിച്ചു വരാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചോണ്ടാ പോയതെന്ന്. കാരണം അത്രമാത്രം ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടാ പോയത്. ഇന്ന് ആ കുഞ്ഞ് ഓടി നടന്ന് ദൈവവേല ചെയ്യുക. സാറേ ഇന്ന് പറയുക, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലിയത് സാറേ, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലിയത്. ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുമ്പോൾ ജീവനോടെ തിരിച്ചു വരാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ചു പോയവരാണ്. പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പലരും അതുപോലെയുള്ളത് ആഗ്രഹിച്ചവരുണ്ട്. നിരാശ കുഴിയിൽ കിടന്നവരുണ്ട്. ഇനി ജീവിക്കണമെന്ന് ആഗ്രഹം നഷ്ടപ്പെട്ടവരുണ്ട്. എന്നാൽ ഇന്നവർ സന്തോഷിക്കുന്നു, ഇന്നവർ ആനന്ദിക്കുന്നു, ഇന്നവർ ആനന്ദത്തോടെ പാടുന്നു. ഇന്ന് നാളെയെ നോക്കി അവർ സന്തോഷിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാലും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെ നോക്കി അവർ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, മരണനാഴികയിലല്ല, ഇപ്പോഴാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേകർ മരണക്കിടക്കയിൽ പറയുന്ന വാക്കാണ്, എനിക്ക് ദൈവേഷ്ടം ചെയ്തോളാമായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു കൊള്ളാമായിരുന്നു എന്ന് അനേകർ മരണക്കിടക്കയിൽ കടന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോഴല്ല പറയേണ്ടത്, ഇന്നാണത് പറയേണ്ടത്, ഇപ്പോഴാണത് പറയേണ്ടത്. എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ബലഹീനതയിൽ ശക്തി പകരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അവനെ നിങ്ങൾ അറിയാതെ പോകരുത്. അവനാണ് നിങ്ങളോട് വാദിക്കുന്നത്, അവനാണ് നിങ്ങളോട് ഇടപെടുന്നത്. അവൻ നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങൾ തകർന്നു പോകാൻ സമ്മതിക്കുന്നവനല്ല, ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ്, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, മരണക്കിടക്ക കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര ബലഹീനത വശതയോടെയാണ് ഒരു കാലത്ത് വീറോടെ വാശിയോടെ എല്ലാം നടന്ന മനുഷ്യര് അവരുടെ മരണക്കിടക്കയിൽ എത്ര ബലഹീനരാണ്, എത്ര കഴിവുകെട്ടവരാണ്, എത്ര നിസ്സഹായരാണ്. പ്രിയപ്പെട്ടവരെ, ദുസ്വപ്നങ്ങൾ അവരെ പേടിപ്പിക്കുന്നു, ഭയാനകമായ ചിന്തകൾ അവരെ പേടിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ദൈവമക്കളാകൂ, ഇന്ന് തീരുമാനമെടുക്കൂ. നിങ്ങളുടെ മരണക്കിടക്കയിൽ ഭയപ്പെടേണ്ടി വരികയില്ല. സമാധാനത്തോടെ കർത്താവ് നിങ്ങളെ കരം പിടിച്ച് അപ്പുറത്തേക്ക് കിടത്തുന്നതായ ഒരു സൗഭാഗ്യകാലമുണ്ട്. അതാണ് ദൈവമക്കളായാലുള്ള ആ ഭാഗ്യം എന്ന് പറയുന്നത്. അതാണ് കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ മകളാകാനും തയ്യാറാണോ? എൻ്റെ കുഞ്ഞാകാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. പ്രായലേഖനം 11:34 പറയൂ, ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. മരണനാഴിയിൽ നിനക്ക് ധൈര്യം ഉണ്ടാകണമോ? മരണനാഴിയിൽ നിനക്ക് വീര്യം ഉണ്ടാകണമോ? മരണത്തിന്റെ ബലഹീനതയിൽ നിന്നെ പിടിക്കുമ്പോൾ നിനക്ക് ധൈര്യം ഉണ്ടാകണമോ? ഞാൻ യേശുവിനോടുകൂടെ, ഞാൻ യേശുവിനോടുകൂടെ, ഞാൻ യേശുവിന്റെ കയ്യിലാണ് എന്നുള്ളതായി ഉറപ്പ് നിനക്ക് വേണമോ? യേശുവിനെ സ്വീകരിക്കൂ, അവനായി ജീവിതം കൊടുക്കൂ. തീരുമാനമുള്ള
ആവശ്യമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കർത്താവേ, ഞാനിനി ഒറ്റയ്ക്കല്ല, ഞാനിനി ഏകനല്ല, ഞാനിനി ഏകനല്ല. ഞാൻ യേശുവിന്റെ വകയാണ്, ഞാൻ യേശുവിന്റെ പൈതലാണ്. എനിക്ക് മകനാകാൻ മനസ്സാണ്, എനിക്ക് മകളാകാൻ തയ്യാറാണ്. ബലഹീന നിമിഷങ്ങൾ മുമ്പിൽ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ. പതറിപ്പോകുന്ന നാഴികകൾ മുമ്പിൽ നിൽക്കുന്നു. എല്ലാ ശക്തിയും ക്ഷയിച്ചു പോകുന്ന നാഴിക മുമ്പിൽ നിൽക്കുന്നു. അന്ന് ബലം വേണമോ? ഇന്ന് ബലമുള്ളവന്റെ കയ്യിൽ കരം കൊടുക്കൂ, ബലമുള്ളവന്റെ കയ്യിൽ കരം കൊടുക്കൂ. അരിമനാഥന്റെ മുറിവേറ്റ കരത്തിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കൂ. യേശുവേ, ഈ ബലഹീനകരം, ഈ പാപം ചെയ്ത കരം, ഈ പാപമുള്ള ഹൃദയം, ഈ കുറ്റം ചെയ്ത ഹൃദയം നിന്റെ കയ്യിലേക്ക് തരുന്നു. മുറുകെ പിടിച്ചു കൊള്ളണമേ, മുറുകെ പിടിച്ചു കൊള്ളണമേ, മുറുകെ പിടിച്ചു കൊള്ളണമേ. അരിമനാഥ, നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള നാഥ, ഈ മക്കളെ തൊട്ട കൃപയ്ക്കായി സ്തോത്രം. ഈ ബലഹീന കരങ്ങൾ രോഗത്തിന്റെ മധ്യത്തിൽ ക്ഷീണിച്ചു പോകല്ലേ, മരണക്കിടക്കയിൽ തളർന്നു പോകല്ലേ. നിത്യനായ ദൈവത്തോടുകൂടെ നിത്യപരദീസായിൽ കുഞ്ഞാടിന്റെ പാട്ടുപാടാൻ, പെരുവെള്ളത്തിന്റെ ഇറച്ചിൽ പോലെ മുഴക്കുവാൻ, ശബ്ദം മുഴക്കുവാൻ ഇവരെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.